പിന്നെ നീ എന്ത് ചെയ്യാൻ പോകുന്നു? വന്ന കാര്യം നടന്നില്ലല്ലോ. നമുക്ക് ആ സുന്ദരിയെ കാണണ്ടേ, പണം വാങ്ങണ്ടേ? ആ കാശ് പോയിന്ന് കണക്കാക്കിയേ മതി. ഇത്ര സംഭവങ്ങൾ ഉണ്ടായിട്ടും പഠിച്ചില്ലേ നീ? ചതിക്കാനും കൊല്ലാനും പോലും മടിയില്ലാത്ത ഒരുത്തിയെ തിരക്കി നടക്കാൻ പോകുന്നു. ഞാൻ അതിന് സമ്മതിക്കില്ല. ഞാൻ ഇവിടുന്ന് പോവുകയില്ല. അമ്മേ, നമ്മുടെ മുന്നില് വേറെ എന്തേലും മാർഗമുണ്ടോ? എന്നെ ജീവിപ്പിക്കാൻ വേണ്ടിയല്ലേ സ്വന്തം ജീവൻ കളഞ്ഞ് നീ ഇങ്ങനെ ഓടി നടക്കുന്നത്? എനിക്ക് ജീവിക്കണ്ട. ഞാൻ ചത്തോളാന്ന് കരുതിയതാ. അതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. കൃഷ്ണേ, തട്ടിക്കൊണ്ടു പോയവരെ കാട്ടിലാ കൊണ്ടിട്ടത്. എന്നും അങ്ങനെ ഓരോരുത്തരെ രക്ഷിക്കാൻ മറണമെന്നുണ്ടോ? എനിക്ക് നിന്നെ ജീവനോടെ കിട്ടിയാ മതി. അതിലും വലിയ മരുന്നൊന്നും എനിക്ക് കിട്ടാനില്ല. ഒന്ന് പറയുന്നത് കേക്കണ്ടമ്മേ. കൂടിയാൽ 2-3 ദിവസം, അതിനുള്ളില് ഞാൻ അവരെ കണ്ടെത്തും. അമ്മ വിചാരിക്കുന്നത് പോലെ ഞാൻ ബഹളം ഉണ്ടാക്കാനൊന്നും പോവില്ല. പോലീസുകാരോട് പറഞ്ഞോ, ഗോപാലമാമയുടെ പരിചയത്തിലുള്ള ആരോടെങ്കിലും പറഞ്ഞിട്ടോ അങ്ങനെയൊക്കെ ചെയ്യൂ. അമ്മയെ കൊണ്ട് പറ്റില്ലടി. ഈ അമ്മയ്ക്ക് സമാധാനം കിട്ടില്ല. എനിക്ക് അമ്മയെ വേണ്ടേ? കാശില്ലെങ്കിൽ ചത്തോള എന്നൊക്കെ അമ്മ പറയും. എന്നിട്ട് എനിക്ക് ആരാ ഉള്ളത്? അമ്മ പോയ പിന്നെ ഞാൻ ജീവിക്കുന്ന തോന്നുന്നുണ്ടോ? എടി, അമ്മ ഇത് സമ്മതിച്ചേ പറ്റൂ. അമ്മ തിരിച്ചു പോണം. വന്നേ, വാ അമ്മ ഇങ്ങോട്ട്. കേറ്. അമ്മ പ്രാർത്ഥിച്ചാ മതി. അമ്മയുടെ മോൾക്ക് ഒന്നും പറ്റില്ല. ഞാൻ പെട്ടെന്ന് വരാം. ഓക്കേ ചേട്ടാ, അമ്മയെ ബസ് സ്റ്റാൻഡിൽ ഒന്ന് ഇറക്കിയേക്കണേ.